CPM വിട്ട് കോൺഗ്രസിൽ ചേർന്ന മുതിർന്ന നേതാവ് ഐഷ പോറ്റിയെ കൂട്ടം കൂടി ആക്രമിക്കുകയാണ് CPM. എന്നാൽ സൈബർ സഖാക്കളുടെ ആക്രമണങ്ങൾ പുല്ലുപോലെ തള്ളിക്കളയുകയാണ് ഐഷ. ഐഷയുടെ ഒറ്റ ഡയലോഗിൽ CPM സൈബർ സഖാക്കന്മാർ രംഗം വിട്ടു എന്ന് കാണാൻ സാധിക്കും. തന്നെ വർഗവഞ്ചക എന്ന് വിളിക്കുന്നവർ മറ്റ് പാർട്ടികളിൽ നിന്ന് വന്ന് ഇപ്പോൾ CPMൽ പദവികൾ അലങ്കരിക്കുന്ന സരിന്റെയും ശോഭന ജോർജിന്റെയും ചരിത്രം ഓർക്കണമെന്ന് അവർ തിരിച്ചടിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ പരിപാടിയുടെ വേദിയിലായിരുന്നു ഐഷ പോറ്റിയുടെ പരോക്ഷ പരിഹാസം. തനിക്ക് എല്ലാം തന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നും പഴയ ആ പാർട്ടി ഇന്നില്ലെന്നും അവർ തുറന്നടിച്ചു. പാർട്ടി സ്ഥാനങ്ങൾ തന്നാൽ മാത്രം പോരാ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ടാകണം. ഇപ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അവർ പറയുന്നുണ്ട്. ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നതിനെതിരെ മുൻ മന്ത്രിമാരായ തോമസ് ഐസക്, ജെ മേഴ്സിക്കുട്ടിയമ്മ, മന്ത്രി VN വാസവൻ എന്നിവർ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഐഷ പോറ്റി കാട്ടിയത് വഞ്ചനയാണെന്നും സ്ഥാനമാനങ്ങളോടുള്ള ആർത്തിയാണ് ഇതെന്നുമായിരുന്നു മേഴ്സിക്കുട്ടിയമ്മയുടെ പരിഹാസം. എന്നാൽ ഈ വിമർശനങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയാണ് ഐഷ പോറ്റി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 3 പതിറ്റാണ്ടോളം CPMന്റെ കരുത്തുറ്റ മുഖമായിരുന്ന ഐഷ പോറ്റി കഴിഞ്ഞ ദിവസമാണ് VD സതീശനിൽ നിന്നും കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. 3 തവണ MLA ആയിരുന്നിട്ടും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാത്തതും കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടതും പാർട്ടിയുമായി അവരെ അകറ്റിയിരുന്നു. ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ CPMന് വലിയ തലവേദനയാകുമെന്ന് ഉറപ്പാണ്. മറ്റ് പാർട്ടികൾ വിട്ട് ആരെങ്കിലും CPMൽ എത്തിയാൽ അവരെ വാഴ്ത്തുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ചു സംഭവിച്ചാൽ അവരെ അപ്പോൾ വഞ്ചകയെന്നും കുറ്റക്കാരിയെന്നും വിശേഷിപ്പിക്കുന്നു. ഈ രീതിയൊന്നും മാറാതെ CPM ഇന്നാട്ടിൽ രക്ഷപ്പെടില്ല. സരിൻ കോൺഗ്രസിൽ നിന്ന് CPM എത്തിയപ്പോൾ മികച്ച യുവ നേതാവെന്നാണ് CPM വിശേഷിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുൻപത്തെ ശോഭ ജോർജിനെയും ഇരു കൈയും നീട്ടിയാണ് CPM സ്വീകരിച്ചത്. അപ്പോഴൊന്നും ഇല്ലാത്ത എന്ത് നിലപാടാണ് ഐഷ എത്തിയപ്പോൾ CPM സ്വീകരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് സൈബറിടങ്ങൾ ചോദിക്കുന്നത്. നിലവിൽ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റി മത്സരിക്കുമെന്ന് ഉറപ്പാണ്. ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാലിന്റെ എതിർ സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റി എത്തുവാനാണ് സാധ്യത. ഇതോടെ കേരളം കാത്തിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിന് കൂടിയാണ് കൊട്ടാരക്കരയിൽ അരങ്ങൊരുങ്ങുന്നത്.